വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഭീതി പരത്തുന്ന കടുവയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തൂപ്ര ഭാഗത്ത് കടുവ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ കാറിന്റെ ക്യാമറയിലാണ് പതിഞ്ഞത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. പ്രദേശത്ത് വനവകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ദിവസങ്ങളായി ആ പ്രദേശവാസികളുടെ ആശങ്കയാണ് കടുവയെ കൂട്ടിലാക്കാൻ, മയക്കുവെടി വയ്ക്കാനൊക്കെയുള്ള നീക്കം വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സജീവമായി ഉണ്ടാകുന്നുമുണ്ട്. അതിനിടയിലാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത്. ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഈ ദൃശ്യം ലഭ്യമായിരിക്കുന്നത്? വനവകുപ്പിന്റെ ഇപ്പോഴുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് സുർജിത്ത്? റിജിത്ത്, നിലവിൽ ഈ കടുവയുടെ സാന്നിധ്യമുള്ള അതേ പ്രദേശത്ത്, അതായത് ദേവർഗദ്ദ തൂപ്ര റോഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ ദൃശ്യം ജോയ് എന്ന് വിളിക്കുന്ന ചെറ്റപ്പാലം സ്വദേശി, പുൽപ്പള്ളി ചെറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള ജോയിയുടെ കാറിന്റെ ഡാഷ് ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ കുടുങ്ങിയത്. ഇത് വന്നിട്ട് അധിക സമയം പോലും ആയിട്ടില്ല. 7:20-നാണ് ഈ ഒരു ദൃശ്യം ലഭിച്ചിരിക്കുന്നത്. അതായത് കടുവ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക്, അതായത് ഈ ദേവർഗദ്ദ തൂപ്ര റോഡ് പാസ് ചെയ്തു പോകുന്ന ദൃശ്യമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവർ മൊബൈലിൽ ഈ ദൃശ്യം പകർത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ അത് ആ സമയത്ത് മൊബൈൽ എടുത്ത് അത് പകർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ജോയ് പറയുന്നത്. നമ്മൾ ജോയുമായി വിശദമായി സംസാരിച്ചു. ജോയും ഒപ്പം തന്നെ അവിടെ സുർജിത്ത്, ഇപ്പോൾ ഈ ദൃശ്യം പകർത്തിയ ജോയ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജോയ്, താങ്കൾ പകർത്തിയ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ആ മേഖലയിലെ കടുവാ പേടി, നാട്ടുകാരുടെ ആശങ്ക, അവരുടെ ഭീതി, വനവകുപ്പ് ഇപ്പോൾ നടത്തുന്ന ആ കടുവയെ കൂട്ടിലാക്കാനുള്ള നീക്കങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. അതിനിടയിലാണ് നിങ്ങളിങ്ങനെ ഒരു ദൃശ്യം പകർത്തുന്നത്. എത്ര മണിയോടുകൂടിയാണ് ഈ കടുവയെ കാണുന്നത്? എന്താണ് സംഭവിച്ചത് ജോയ്? ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഡോക്ടർക്ക് അവിടെ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ കഴിഞ്ഞ രാത്രിയിൽ കടുവ വന്നു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ കൂട് വെക്കാനായിട്ട് ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് കാറെടുത്ത് ഇതിൻ്റെ ഒരു സൂപ്പർവൈസർ ഉണ്ട്, റിബിൻ എന്ന് പറയും, റിബിനെയും കൂട്ടി ഞങ്ങൾ ഈ ചെറ്റപ്പാലത്ത് നിന്ന് തൂപ്ര എന്ന ദേവർഗത്തേക്കുള്ള റോഡാണ്. അതിലങ്ങ് നടന്ന് വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്ന സമയത്താണ് ഞങ്ങളുടെ മുമ്പിലേക്ക് നേരെ ഒരു പറമ്പിൽ നിന്ന് ഇത് ക്രോസ് ചെയ്ത് കയറി വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ വണ്ടിയിൽ ക്യാമറയുള്ള വിവരം അങ്ങ് മറന്നുപോയി. പെട്ടെന്ന് മോനോട് പറഞ്ഞു, മോനേടാ നിന്റെ മൊബൈൽ എടുത്ത് പകർത്താൻ പറഞ്ഞു. പക്ഷേ അപ്പോഴത്തേക്കും ഇത് ആ റോട്ടിൽ നിന്ന് കയറി ഞങ്ങൾ റോഡിന്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് ഇങ്ങനെ കയറി പോവാം. ഒരു 1.5 മിനിറ്റ് നേരം ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഇത് അങ്ങോട്ട് കയറാനും ഇങ്ങോട്ട് കയറാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് പിന്നെ ഞാൻ തിരിച്ച് ഫോറസ്റ്റുകാരുടെ അടുത്തേക്ക് ആയിരുന്നു. അപ്പോഴാ ഫോറസ്റ്റുകാർ ഓടി വന്നു. പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിയിൽ ഇത് റെക്കോർഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ആ റെക്കോർഡ് എടുക്കുകയും അവർക്ക് അത് ബോധ്യപ്പെടുകയും പെട്ടെന്ന് തന്നെ എല്ലാവരും വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴവരവിടെ ഉണ്ട്. പിന്നെ 144 പ്രഖ്യാപിച്ചതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചർച്ചിലേക്ക് പോന്നു. ഞാനൊരു പാസ്റ്ററാണ്. ഞാൻ ഇങ്ങോട്ട് പോകുന്നു. നേരിട്ട് കണ്ടു. പിന്നെ ആ പ്രദേശത്ത് തന്നെ ഇപ്പോൾ കടുവയുണ്ട്. സാമാന്യം നല്ല വലിപ്പമുള്ള, നല്ല ആരോഗ്യമുള്ള കടുവ, അങ്ങനെയാണോ? നല്ല ആരോഗ്യമുള്ള കടുവ തന്നെയാ. പക്ഷെ അതിന്റെ വയറിങ്ങനെ ഒട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും 4-5 ആടിനെ പിടിച്ചെങ്കിൽ ഇതുവരെ അതിനൊന്നും ഭക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് വിശപ്പുണ്ടെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ആടിന്റെ കൂട്ടിൽ ചെന്ന് കയറും എന്ന് അവർ പറയുന്നുണ്ട്. ഈ ദൃശ്യം പകർത്തിയതിന് പിന്നാലെ നേരെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്കാണ് പോയത്. അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് അധികം സമയമായിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഏതാണ്ട് 7 മണിയോട് കൂടിയാണ് ഫോറസ്റ്റുകാർ വന്നാണ് എൻ്റെ വണ്ടിയിലുള്ളതായ ആ ക്യാമറയിൽ നിന്ന് ദൃശ്യം അവർ പകർത്തിയെടുത്തത്. ഈ തൂപ്ര ഭാഗത്ത് ഈ കടുവയുടെ സാന്നിധ്യം അത് കാണുന്നത് എത്ര മണിയോട് കൂടിയാണ് സമയം? ഒരു 7:15 കാണും. 7:15. ഞാൻ 7 മണിക്ക് അവിടുന്ന് പോകുന്നത്. 7:15-നും 7:30-ക്കും ഇടയിൽ ഒരു ടൈം. ഇനി ഇങ്ങനൊരു ദൃശ്യം വന്നതോടുകൂടി, ഈ പ്രദേശത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായതോടുകൂടി, ഇനി എന്താണ് വനവകുപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നിങ്ങളുടെ സംഭാഷണത്തിൽ എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നോ? അവർ പറഞ്ഞിരുന്നു, കാരണം നിങ്ങൾ അധികം ഒച്ചയും ബഹളം ഉണ്ടാക്കാതിരിക്കുക. കാരണം 2 സ്ഥലത്ത് കൂട് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ ആ ഫാമിന്റെ അടുത്തും കൂട് വെക്കാം. എന്തായാലും ഈ രാത്രിയിൽ ചിലപ്പോൾ വന്ന് കയറാനുണ്ട്. അല്ല ഇനി മയക്കുവെടി വെക്കണമെങ്കിൽ എന്ത് ചെയ്യാം, അതിന് ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ തോക്കും ഒക്കെ ആയിട്ട് അവർ എല്ലാവരും ഉണ്ട്. അവിടെ എല്ലാവരും ഉണ്ട്. അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കൊരു ഭീതി മാറ്റത്തക്കവണ്ണം ഇന്ന് ഈ രാത്രിയിൽ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് അവർ പറയുന്നത്. ഈ രാത്രിയിലും അവരുടെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടല്ലോ? നടക്കുന്നുണ്ട്. അവര് ഇപ്പൊ തന്നെ 10-30ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു, ഫോറസ്റ്റുകാര്.
പിന്നെ നാട്ടുകാരും ഇത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി വരികയൊക്കെ ചെയ്തു. അത് കാരണം ഈ 144 ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നിൽക്കാൻ ബുദ്ധിമുട്ട്. പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഞാനിങ്ങ് പോരുകയാണ് ചെയ്തത്. ശരി, എന്തായാലും ജോയ് പകർത്തിയ ഈ ദൃശ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം, ആ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സുർജിത്ത്, ഇങ്ങനെ ഒരു ദൃശ്യം പുറത്തു വരുന്നു. 7:20 ഈ ജോയ് ഈ തൂപ്ര ഭാഗത്ത് ഈ കടുവയെ കാണുന്നത്. വനംവകുപ്പിന് ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എത്തിക്കഴിഞ്ഞു.